വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തെ കരയാമ്പാടം തോട്ടിൽ നീരൊഴുക്ക് നിലച്ചു. ആഴം കൂട്ടിയും മാലിന്യങ്ങൾ നീക്കം ചെയ്തും തോട് നവീകരിക്കണമെന്ന് ആവശ്യം ഉയരുന്നു. 100 ഏക്കറിൽ ഏറെ കൃഷിയുള്ള കരയാമ്പാടം പാടശേഖരത്തിലേക്ക് വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണിത്. മഴക്കാലത്ത് വിവിധ പ്രദേശങ്ങളിലെ പെയ്ത്തുവെള്ളം പുഴയിലേക്ക് എത്തുന്നതും ഈ തോട്ടിലൂടെയാണ്. ഇപ്പോൾ തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപം കരയാമ്പാടം തോടിന്റെ ആരംഭത്തിൽ തന്നെ വശങ്ങൾ ഇടിഞ്ഞും വലിയ മരങ്ങൾ തോട്ടിലേക്ക് വീണും നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. പലയിടത്തും വശങ്ങൾ ഇടിഞ്ഞ് തോടിന്റെ വീതി കുറഞ്ഞിട്ടുണ്ട്. തോട് വീതി കൂട്ടി നവീകരിക്കാൻ പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ കരയാമ്പാടം തോടിന്റെ സംരക്ഷണത്തിന് വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. കരയാമ്പാടം പാടശേഖരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വരാക്കരയിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ചു വരുന്ന കരയാമ്പാടം പാടശേഖരത്തിൻ്റെ നടുവിൽ കൂടെ വരുന്ന വലിയ തോട്. ആ തോട് വന്ന് ചേരുന്നത് പുഴയിലാണ്. ആ പുഴയുടെ ഭാഗത്ത് വന്ന് ചേരുന്നിടത്ത് മണ്ണടിഞ്ഞും മരങ്ങൾ വീണും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജലത്തെ ഒഴുക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കുന്നില്ല. വേനൽക്കാലത്ത് വെള്ളം അടിക്കുന്ന സമയത്ത് പുഴയിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറി വരാനും സാധിക്കുന്നില്ല. ഈ കാരണങ്ങൾ പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതരോടും പറഞ്ഞിട്ട് വർഷങ്ങളോളമായി പറഞ്ഞു വന്നിരിക്കുന്ന കാര്യമാണ്. മരം ഇവിടെ തടസ്സമായിട്ട് നിന്നിട്ട് വർഷങ്ങളോളമായി. ഇത് മുറിച്ചു മാറ്റി ഈ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാതിരി തന്നെ അവിടെ തെങ്ങ് വീണ് കിടന്നിട്ടും ഈ ജലത്തിൻ്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളവിറക്കി കഴിഞ്ഞാൽ, വർഷകാലത്ത് വിളവിറക്കി കഴിഞ്ഞാൽ വെള്ളം നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് കൃഷി നശിച്ചു വരുന്ന അവസ്ഥ. വേനൽക്കാലത്ത് ചറ കെട്ടിയാലും വെള്ളം അങ്ങോട്ട് നമുക്ക് പമ്പ് ചെയ്യുന്നിടത്തേക്ക് വെള്ളം വരാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഈ കരയാമ്പാട ശേഖരത്തിനെ രക്ഷിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഈ തടസ്സങ്ങൾ മാറ്റിയിട്ട് കൃഷിക്ക് അനുയോജ്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. തോട്ടിലേക്ക് വീണ് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്തിന് അനുവാദം നൽകിയതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, തോടിന്റെ ആഴവും വീതിയും വീണ്ടെടുക്കുന്നതിന് പകരം കണ്ണിൽ പൊടിയിടാൻ കുറച്ച് മണ്ണെടുത്ത് മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും കർഷകർ പറഞ്ഞു. തോടുകൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. നീരൊഴുക്ക് നിലച്ചതോടെ കാലവർഷം കനത്ത് തോട്ടിൽ വെള്ളമുയർന്നാൽ കരയാമ്പാടം പാടശേഖരം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയാണെന്നും കൃഷി സംരക്ഷിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന കരയാമ്പാടം തോട് ഇപ്പോൾ വലിയ ശോചനീയാവസ്ഥയിലാണ്. തോടിന്റെ ഇരുവശങ്ങളിലും മണ്ണ് ഇടിഞ്ഞും ഒപ്പം ഇതുപോലുള്ള കൂറ്റൻ മരങ്ങൾ തോട്ടിലേക്ക് മറിഞ്ഞു വീണും ഇപ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ഇത് മഴക്കാലത്ത് പെയ്ത്തുവെള്ളം പുഴയിലേക്ക് എത്തുന്നതിനും വേനൽക്കാലത്ത് പുഴയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിന് നൽകുന്ന വെള്ളം പാടശേഖരങ്ങളിൽ എത്താതിരിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് വലിയ രീതിയിലാണ് കർഷകരെ ബാധിക്കുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.